രാധേ കൃഷ്ണ. യശോദാനന്ദൻ ഗോവിന്ദയിലേക്ക് സ്വാഗതം. ഗുരുവായൂരപ്പ ശരണം. യോഗിനി ഏകാദശി ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് യോഗിനി ഏകാദശി. യോഗിനി എന്നാൽ യോഗിയായവൾ അല്ലെങ്കിൽ യോജിപ്പിക്കുന്നവൾ, അതായത് ജീവാത്മാവിനെ പരമാത്മാവുമായി യോജിപ്പിക്കാൻ സഹായിക്കുന്ന ഏകാദശി. ആത്മസംയനം വഴി ഇന്ദ്രിയങ്ങളെ ഭഗവാനിലേക്ക് തിരിച്ചുവിട്ട് ഭഗവാനിൽ ലയിക്കുന്ന അവസ്ഥയാണ് യോഗം. ഏകാദശി എന്നാൽ 11 എന്നാണ് അർത്ഥം. അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, കൂടാതെ മനസ്സ്. ഈ 11 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഈശ്വരനിൽ ലയിപ്പിക്കുന്ന അവസ്ഥയാണ് ഏകാദശി വ്രതത്തിന്റെ തത്വം. നമുക്കറിയാം, ഓരോ ഏകാദശിക്കും ഓരോ വ്രതമാഹാത്മ്യ കഥയുണ്ട്, അല്ലെ? ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ യോഗിനി ഏകാദശിയുടെ വ്രതമാഹാത്മ്യ കഥ. സ്കന്ദപുരാണത്തിൽ വരുന്ന ഈ വ്രതമാഹാത്മ്യ കഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് ഈ വ്രതമാഹാത്മ്യ കഥ ആരാണോ കേൾക്കുകയോ പറയുകയോ ചെയ്യുന്നവർക്ക് 88,000 ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്ത പുണ്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. സ്കന്ദപുരാണത്തിൽ വിവരിക്കുന്ന ഈ കഥ ഹേമമാലിയുടെ കഥയാണ്. അലകാപുരിയിലെ രാജാവായിരുന്ന കുബേരൻ, വൈശ്രവണനാണ്, അല്ലെ? കുബേരന്റെ തോട്ടക്കാരനായിരുന്നു ഹേമമാലി. വളരെ വലിയ ശിവഭക്തനായിരുന്നു ആര്? കുബേരൻ, അല്ലെ? യക്ഷന്മാരുടെ രാജാവായിരുന്ന കുബേരൻ വലിയ ശിവഭക്തനായിരുന്നു. അത്ര വലിയ ശിവഭക്തനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശിവഭഗവാൻ ധനധാന്യങ്ങൾ നൽകി അനുഗ്രഹിച്ചത്. സമ്പത്തിന്റെ ദേവനാണ് കുബേരൻ, അല്ലെ? അപ്പോ ശിവഭക്തനായ ഈ കുബേരൻ നിത്യവും ശിവപൂജ ചെയ്യും. അപ്പോൾ ഈ ശിവപൂജയ്ക്കായി എല്ലാ ദിവസവും മാനസ സരോവരിൽ നിന്നും പൂക്കൾ ശേഖരിച്ചു കൊണ്ടുവരുന്നത് ഈ ഹേമമാലിയായിരുന്നു. വളരെ വിശ്വസ്തനായിട്ടുള്ള സേവകനായിരുന്നു ഹേമമാലി. എന്നാലും അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ഭാര്യ വിശാലാക്ഷിയോട് അമിതമായിട്ടുള്ള സ്നേഹമായിരുന്നു. വളരെ സുന്ദരിയായിരുന്നു ഈ വിശാലാക്ഷി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയോട് അമിതമായിട്ടുള്ള സ്നേഹമായിരുന്നു. ഈ സ്നേഹം മൂലം ചില ദിവസങ്ങളിൽ പൂക്കൾ കൊണ്ടുവരാൻ വൈകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ പൂക്കൾ കൊണ്ടുവരാൻ ഏറെ വൈകിയത് കാരണം നമ്മുടെ കുബേരന്റെ പൂജ മുടങ്ങുകയും, അപ്പോൾ ഭഗവാനോട് അത്രയധികം സ്നേഹമാണ് കുബേരന്, അല്ലേ? ആ പൂജ മുടങ്ങിയത് കുബേരന് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അദ്ദേഹം കോപം കൊണ്ട് ജ്വലിച്ചു. അദ്ദേഹം കോപിഷ്ഠനായി. അങ്ങനെ കോപിഷ്ഠനായ കുബേരൻ ഈ ഹേമമാലിയെ ശപിക്കുകയാണ്. കുബേരൻ ഇങ്ങനെ ശപിക്കുകയാണ്: നീ നിന്റെ കർത്തവ്യത്തിൽ കഠിനമായിട്ടുള്ള വീഴ്ച വരുത്തിയിരിക്കുന്നു. ഇത് വലിയ തെറ്റാണ്. അതിനാൽ നീ കുഷ്ഠരോഗിയായി ഭൂമിയിൽ 10,000 വർഷം അലയേണ്ടി വരും. അങ്ങനെ ശാപം ലഭിച്ച ഉടൻ തന്നെ ഹേമമാലി അലകാപുരിയിൽ നിന്നും പുറത്താക്കുകയും കഠിനമായ രോഗത്താൽ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഈ ഹേമമാലി ഒടുവിൽ മാർക്കണ്ഡേയ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുകയാണ്. അവിടെ എത്തിയ ഹേമമാലി മാർക്കണ്ഡേയ മഹർഷിയെ സേവിച്ച് അവിടെ കഴിയാൻ തുടങ്ങി. അങ്ങനെ മഹർഷി തൻ്റെ ആത്മജ്ഞാനം കൊണ്ട് ഹേമമാലിയുടെ പൂർവ്വകാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. എന്നിട്ടൊടുവിൽ ഹേമമാലിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം? ഹേമമാലിയാണെങ്കിലോ ഒന്നും മറച്ചു വെക്കാതെ തൻ്റെ പൂർവ്വകഥ പറഞ്ഞു.
അപ്പോൾ ഒരു കാര്യം പോലും കളവ് പറയാതെ സത്യസന്ധമായി പറഞ്ഞതുകൊണ്ട് മഹർഷിക്ക് വളരെയധികം സ്നേഹം ഹേമമാലിയോട് തോന്നുകയും അങ്ങനെ മഹർഷി ആഷാഢ മാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷത്തിലെ യോഗിനി ഏകാദശിയുടെ ആ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ ഈ വ്രതം യഥാവിധി അനുഷ്ഠിക്കുകയാണെങ്കിൽ നിന്റെ രോഗമെല്ലാം മാറി പാപമോചനം ലഭിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ഹേമമാലി യോഗിനി ഏകാദശി വ്രതം യഥാവിധി അനുഷ്ഠിക്കുകയും ആ വ്രതത്തിന്റെ പുണ്യത്താൽ ഹേമന്റെ കുഷ്ഠരോഗം പൂർണ്ണമായും ഭേദമാവുകയും അങ്ങനെ ആ ശാപത്തിൽ നിന്നും മുക്തനായ ഹേമൻ തന്റെ പഴയ രൂപമൊക്കെ വീണ്ടെടുത്ത് ലക്ഷലോകത്തേക്ക് മടങ്ങുകയാണ്. അങ്ങനെ ഭാര്യയുമായി സുഖമായി ജീവിച്ചു എന്നാണ് കഥ. അപ്പോൾ എന്താണ് ഈ കഥ നൽകുന്ന സന്ദേശം? അതായത് നമ്മുടെ കർമ്മങ്ങൾ, അതായത് നമ്മുടെ ഡ്യൂട്ടികൾ, ആ ഡ്യൂട്ടിയിൽ ഉണ്ടാക്കുന്ന വീഴ്ചകൾ പലപ്പോഴും വലിയ ദുരിതങ്ങൾക്ക് കാരണമാകും. എന്നാൽ യഥാർത്ഥമായ പശ്ചാത്താപവും പ്രാർത്ഥനയും, അതായത് വ്രതാനുഷ്ഠാനങ്ങൾ, ഏതൊരു കഠിനമായ പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുമെന്നും ഭഗവാൻ വിഷ്ണുവിന്റെ അനുഗ്രഹം എപ്പോഴും ഭക്തർക്ക് തുണയാകുമെന്നും ഈ ഐതിഹ്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ മാർക്കണ്ഡേയ മഹർഷി സൂചിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അറിവില്ലായ്മ കൊണ്ടോ അതല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഗുരുവിന്റെ ഉപദേശം അനിവാര്യമാണ്. ശരിയായ അറിവ്, ആ ജ്ഞാനം ലഭിക്കുമ്പോൾ മാത്രമേ നമ്മൾ നമ്മുടെ കർമ്മത്തിന്റെ ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയൂ എന്നുകൂടി ഈ ഐതിഹ്യം നമ്മെ പഠിപ്പിക്കുകയാണ്. യോഗിനി ഏകാദശി വ്രതം യഥാവിധി അനുഷ്ഠിക്കുന്നവർക്ക് പാപക്ഷയം, രോഗശാന്തി, മനസ്സിന്റെ ശുദ്ധി, ഭഗവാന്റെ കൃപ, മോക്ഷപ്രാപ്തി എന്നിവ തീർച്ചയായും ലഭിക്കുമെന്നാണ് പത്മപുരാണം പറയുന്നത്. 2026 ഈ വർഷത്തെ യോഗിനി ഏകാദശി വ്രതം വരുന്നത് ജൂലൈ 11 ശനിയാഴ്ചയാണ്. അതായത് ഏകാദശി തിഥിയും ദ്വാദശി തിഥിയും കൂടി വരുന്ന ആ മഹാദ്വാദശി, അതായത് വൈഷ്ണവ ഏകാദശി എന്നും ഭൂരിപക്ഷ ഏകാദശി എന്നും പറയുന്നു. അപ്പോൾ 11 നമ്മൾ ഏകാദശി വ്രതമായിട്ട് ആചരിക്കുന്നത്. ഏകാദശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര സമയം. ഈ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം ഭൂമിയിൽ സദാ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറെ ഉത്തമമാണ്. ഇപ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ജൂലൈ 11 വെളുപ്പിനെ 12 മുതൽ രാവിലെ 10:32 വരെയാണ്. ഏകാദശിയുടെ അതിപ്രധാനമായ മറ്റൊരു സമയം പാരണ സമയമാണ്. പാരണ സമയം വരുന്നത് ജൂലൈ 12 രാവിലെ 6:10 8:43 ഇടയ്ക്ക് വരുന്ന സമയത്താണ്. വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ ഹരിവാസര സമയം അനുഷ്ഠിക്കുക, അതല്ലെങ്കിൽ മൗനമായിട്ടിരിക്കുക, അഖണ്ഡമായി ഭഗവാന്റെ നാമം ചൊല്ലുക. ഏകാദശി ദിവസം ഭഗവാന് ഒരു നെയ്ദീപം കൊളുത്തുക, ഭഗവാന് തുളസിമാല ചാർത്താം, തുളസിയില കൊണ്ട് ഭഗവാന്റെ നാമം ചൊല്ലി അർച്ചന നടത്താം. ഒക്കെ ചെയ്യുക. നമുക്ക് എന്താണോ സാധിക്കുന്നത് അതൊക്കെ ചെയ്യുക. സദാ മനസ്സുകൊണ്ട് ഭഗവാന്റെ അടുത്തിരിക്കുക. അതാണ് യഥാർത്ഥ ഉപാസന. മനസ്സുകൊണ്ട് ആ ഭഗവാന്റെ അടുത്തിരിക്കുക. ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവരൊക്കെ ഉപവാസം അനുഷ്ഠിക്കുക. അതല്ലെങ്കിൽ ലഘുഭക്ഷണം കഴിക്കാം, പാലോ പഴങ്ങളോ കഴിക്കാം. ഇനി ജലം മാത്രം കുടിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം.
ലഘുഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ കഴിക്കാൻ പാടില്ലെന്ന് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഇപ്പൊ ധാന്യം ഒഴിവാക്കുക, പയറുവർഗ്ഗങ്ങൾ ഒഴിവാക്കുക. കഴിക്കാൻ പറ്റുന്നത് ഒരുപാട്, നമുക്ക് പഴങ്ങൾ, പച്ചക്കറികൾ കഴിക്കാം, മണ്ണിനടിയിൽ പിടിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാം, ചൗവരി കഴിക്കാം, പാലുൽപ്പന്നങ്ങൾ കഴിക്കാം, കപ്പലണ്ടി കഴിക്കാം. അങ്ങനെ ഇതൊക്കെ നമുക്ക് ഹരിവാസര സമയം ഒഴിവാക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതാണ് ഏറെ ഉത്തമം. ഭഗവാന്റെ അപ്പൊ ഈ വ്രതാനുഷ്ഠാനങ്ങളെക്കാളും ഏറ്റവും ഉപരി ചെയ്യേണ്ടുന്നത് ഭഗവാന്റെ നാമം കഴിയുന്നത്ര ജപിക്കുക. നമ്മൾ എന്തു ചെയ്തോട്ടെ, ഓഫീസിലോ വീട്ടിലോ ഒക്കെ ആയിക്കോട്ടെ, മനസ്സുകൊണ്ട് ആ ഭഗവാന്റെ നാമം ചൊല്ലി അങ്ങനെ ആ നാമം ചൊല്ലുന്നതിലൂടെ ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായിട്ടും നേടാൻ സാധിക്കും. അതുപോലെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ദേവിക്ക് ഒരു നെയ്ദീപം കൊളുത്താൻ മറക്കരുത്. എല്ലാവർക്കും ഈ യോഗിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യോഗിനി ഏകാദശി നാളിൽ നമുക്കും ആ ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഓ നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരും ഭഗവാന്റെ നാമം എഴുതി കമന്റ് ചെയ്യാൻ മറക്കരുതേ. സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.